ഈ പെരുന്നയിൽ സുകുമാരൻ നായർ മാടമ്പിത്തരം തുടരുകയാണ്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ പോലും അതിനകത്തേക്ക് കയറ്റാൻ തയ്യാറാകുന്നില്ല. മന്നം സമാധിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. ഇതെന്തിൻ്റെ പോക്കാണ് ഈ സുകുമാരൻ നായർക്ക്? സുകുമാരൻ നായർ പണ്ടേ സ്വയം പോപ്പായിട്ട് അവരോധിക്കപ്പെട്ട ആളാണ്. ഇപ്പോൾ ആനന്ദബോസിനേക്കാൾ വലിയ ബോസ് ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. അപ്പോൾ സുകുമാരൻ നായർ പെട്ടെന്ന് അങ്ങനെ അവിടെ ഒരു എൻട്രി ഒന്നും കൊടുക്കില്ല. ഇത് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മുഴുവൻ നായരുടെ മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും, പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധ്യ പുരുഷനാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. ഭാരത കേസരി എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത് വെറുതെയല്ല. കാരണം ഈ ഭാരതത്തിലെ മുഴുവൻ പേർക്കും മാതൃകയാകുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സമാധി സ്ഥലത്ത് സന്ദർശിക്കുന്നത് പോലെ പൊതുജനങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് സന്ദർശിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ പോകുന്ന ആൾ അതിൻ്റെ പരിശുദ്ധി പാലിക്കുന്നുണ്ടോ, അതിൻ്റെ പരിപാലനം നിലനിർത്തുന്നുണ്ടോ ഒക്കെ ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ചെരുപ്പിട്ട് കയറിയ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, അത്തരം കാര്യങ്ങൾ നിരോധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം അങ്ങനെ നഗ്നവാദനായിട്ട് പോകുന്നതാണ് പലപ്പോഴും ഈ ആത്മീയ നേതാക്കളുടെ, ആത്മീയ ആചാര്യന്മാരുടെ ഭൗതിക ശരീരം ഇരിക്കുന്നിടത്ത് പോകുന്നതിലൊക്കെ അത്തരം ചിട്ടകളൊക്കെ പാലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് എൻ്റെ പാസ് വേണം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നാൽ അത് മോശമാണ്. CV ആനന്ദബോസ് ഒരു രാഷ്ട്രീയ താല്പര്യത്തിൽ വരുന്ന ആളല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ പദവിയിലുള്ള ഒരു വലിയ സ്ഥാനമാണ്. 28 സംസ്ഥാനങ്ങളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. അത് മാത്രമല്ല വളരെ അപൂർവമായിട്ട് മലയാളിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് CV ആനന്ദബോസിന് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി പരിപാടികളും പദ്ധതികളും ഭവന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കി ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. പണ്ടും മന്നത്താചാര്യൻ്റെ ആ സമാധി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരുപയോഗം ചെയ്യരുതെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറം അവിടെ ഒരു സ്ക്രീനിങ് നടത്തുക, അല്ലെങ്കിൽ തൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ, ആര് ജനറൽ സെക്രട്ടറി ആയാലും തൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ അവിടെ കയറാൻ പാടില്ല എന്നൊക്കെ നിശ്ചയിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മന്നത്താചാര്യനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡപത്തിൽ ദർശിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പുഷ്പാർച്ചന നടത്താൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള അനാദരവാണ്. ശരിക്കും പറഞ്ഞാൽ ആ അനാദരവിന് സുകുമാരൻ നായർ മാപ്പ് പറയേണ്ടതാണ്. ഇത് പണ്ട് സുരേഷ് ഗോപിയോട് ചെയ്ത് സുരേഷ് ഗോപിയോട് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപി പിന്നെ അനുമതി തേടാതെ കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞാണ്. അല്ല, അത് എന്തുമാകട്ടെ, നമ്മൾ അപ്പോൾ പറയണം, അത് അവിടെ ബുക്കിൽ എഴുതി വേണ്ട രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും. ഇപ്പം അവിടെ ഒരു റെസ്ട്രിക്ഷൻ പാടില്ല എന്ന് പറയുന്നതിന് ഞാൻ പാടില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. കാരണം ആർക്കും കയറി അവിടെ എന്ത് അസഭ്യവും കാണിക്കാനുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ എന്ത് വിധത്തിലുള്ള രാഷ്ട്രീയ കോപ്രായങ്ങളും കാണിക്കാനുള്ള സ്ഥലമല്ല. അത് അങ്ങനെ വരുന്നത് മന്നത്താചാര്യൻ്റെ മഹിമയ്ക്ക് കേടാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു. മതത്തിനും ജനകീയനും ഒരു മതേതര സ്വഭാവമുണ്ട്. മതേതരം മാത്രമല്ല, അദ്ദേഹം ഈ കേരള മണ്ണിൻ്റെ നന്മ മാത്രം കരുതി ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ അങ്ങനെയായിരുന്നു. ബാല്യം മുതൽ അദ്ദേഹം ക്ലേശകരമായ ജീവിതം നയിച്ച് ജീവിതത്തിൻ്റെ പാഠങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു പരിവർത്തനത്തിന്, ഒരു സമുദായത്തിൻ്റെ പരിവർത്തനത്തിന് ശ്രമിച്ചു. അതോടൊപ്പം കേരളത്തിൻ്റെ ജനതയുടെ പരിവർത്തനത്തിനും കൂടെ ശ്രമിച്ച ആളാണ്. ഗുരുവായൂർ സത്യാഗ്രഹമാവട്ടെ, വൈക്കം സത്യാഗ്രഹമാവട്ടെ, ഇതിൻ്റെയൊക്കെ വിജയം പറയുന്നത് അവസാനം അദ്ദേഹം നടത്തിയ സവർണജാഥയാണ്. കാരണം ഇല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജാക്കന്മാർ സമ്മതിക്കില്ല. ഗാന്ധിജി ഇത് പറഞ്ഞു. 25 വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ പണി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ മന്നത്ത് പത്മനാഭനെയും കൂടെ കണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അന്ന് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അത് വേണ്ട, അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലൊക്കെ ഉണ്ടായിരുന്ന നേതാക്കളാണെന്ന് അതിന് എഗൻസ്റ്റായിട്ട് നിന്നത്.
പക്ഷേ മന്നത്ത് പത്മനാഭൻ പിന്നീട് തിരുവനന്തപുരത്ത് സവർണജാഥ നടത്തിയപ്പോഴേ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായുള്ളൂ. ഗാന്ധിജി ദീർഘദർശനായ ഗാന്ധിജി 10 വർഷം കഴിഞ്ഞിട്ട് ആണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലായില്ലേ? 10 വർഷം വെറുതെ അവിടെ സമയം കളയേണ്ടി വന്നു. അപ്പോൾ മന്നത്ത് ആചാര്യൻ എല്ലാവരുടെയും ഉന്നമനത്തിന്, നായരുടെ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ അധസ്ഥിതന്റെ ഉന്നമനത്തിന് വേണ്ടി, അവിടെ കാണുന്ന അവഗണനയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞു, എവിടെ ഒരാളെ നിങ്ങൾ ഒരു ഫ്രെയിം വെച്ച് അകത്താക്കാൻ ശ്രമിക്കുന്നോ അവിടെ നിങ്ങൾ അയാളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയാണ്. അത് പാടില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതായാലും ഒരാളുടെ തൊഴിലിനെ സംബന്ധിച്ചായാലും ഒരാളുടെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചായാലും ഒരു ഫ്രെയിമിനകത്ത് ആരെങ്കിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ ലോകത്തോട് ചെയ്യുന്ന വലിയ പാപമാണെന്നാണ്. ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, മനുഷ്യനായാലും മൃഗമായാലും കീടമായാലും, ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, ആ സൃഷ്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി വികാസത്തിലെത്തി ഈ പ്രകൃതിക്കും ഈ ലോകത്തിനും വേണ്ടത് നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രപ്രവേശനത്തിനും ഒക്കെ അനുകൂലമായിട്ടിരുന്നത്. അങ്ങനെ ആരെയും തടുക്കാൻ പാടില്ല. ആ തടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മന്നത്ത് ആചാര്യന്റെ മണ്ഡപത്തിൽ കയറുന്നവരെ തടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ 2-ാം തീയതി നമ്മൾ കണ്ടത് അവിടെ എന്താണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉന്തും തള്ളലുമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ എല്ലാവരും പോയി സുകുമാരൻ നായരുടെ മുന്നിൽ അറ്റൻഡൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഒരു പരിഹാസമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിന് കാരണം എന്നറിയാമോ? സുകുമാരൻ നായർക്ക് കൂടുതൽ ഫോക്കസ് കിട്ടാനായിട്ട് മന്നത്ത് ആചാര്യനെ കാണാൻ വരുന്നയാളെ നേരിട്ടും കയറ്റിവിട്ടാൽ പ്രശ്നമാണ്. അവർ കണ്ടേച്ചങ്ങ് പോകും. അതേസമയം എന്നിലൂടെ ഇങ്ങനെ വന്ന് കറങ്ങി പോകുമ്പോൾ അതിനൊരു പ്രത്യേകത വരും. അതാണ് അതിൻ്റെ പ്രധാന കാരണം. എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് തോപ്പിൽ ഭാസി കോന്നി നിയമസഭാ സീറ്റിൽ മത്സരിച്ചു. അപ്പോൾ മത്സരിച്ച് ചെന്നപ്പോൾ മത്സര സമയത്ത് ആരോ അദ്ദേഹത്തോടെ പറഞ്ഞു, സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി മന്നത്ത് പത്മനാഭനെ കാണണമെന്ന്. അദ്ദേഹമാണെന്നത് NSSന്റെ. അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു, അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ സൗകര്യം നോക്കി എന്നെ ഒന്ന് കാണാൻ പറയാം. ഇതാരോ പോയി മന്നത്ത് പത്മനാഭന്റെ ചെവിയിൽ ഓതിക്കൊടുത്തു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞു, അവൻ തന്തയ്ക്ക് പിറന്നവനാണ് എന്നാണ് പറഞ്ഞത്. അതാണ്, അദ്ദേഹത്തിന് ഇത്തരമുള്ള ക്ലീശകളൊന്നും ഇല്ലായിരുന്നു. എന്നെ ആരും വന്ന് കാണണമെന്നോ എന്നെ ആരെങ്കിലും വന്ന് ആദരിക്കണമെന്നോ ഇല്ലായിരുന്നു. പക്ഷെ എന്നെ അവഹേളിക്കരുത്, എൻ്റെ മതത്തിനെ, ജാതിയെ അവഹേളിക്കരുത്, മതത്തിനെ അവഹേളിക്കരുത്, എൻ്റെ നാടിനെ അവഹേളിക്കരുത്, പാവപ്പെട്ട ജനങ്ങളെ അവഹേളിക്കരുത് എന്നൊക്കെ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിനെ ആരും ചെന്ന് ആദരിക്കുകയോ കാൽക്കൽ വീഴുകയോ പോപ്പെന്ന് വിളിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം 1950 അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടി ക്ഷണിച്ചതാണെന്നേ. ഈ R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയപ്പം അതിനെ തല്ലിപ്പൊളിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ് മാറിയതാണ്. R ശങ്കർ രാഷ്ട്രീയത്തിൽ പോയി, കോൺഗ്രസിൽ പോയി, മുഖ്യമന്ത്രിയായി. മന്നത്ത് പത്മനാഭൻ അന്ന് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് മാത്രമല്ല പിന്നീട് കേന്ദ്രത്തിലെ തന്നെ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചേനെ. ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ വളരെ മതിപ്പുള്ള ആളായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിക്ക് അത്രയും മതിപ്പുള്ള ആളായിരുന്നു. ഗാന്ധിജി 1925 പറഞ്ഞെന്നേ, ഈ ക്ഷേത്രപ്രവേശന വിളംബരം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മന്നത്തിനെ കണ്ടിട്ട് സവർണന്മാരെ കൂടെ സംഘടിപ്പിച്ച് ഇതിനകത്തോട്ട് വരാൻ പറ. അല്ലാതെ ഇത് അവർണൻ്റെ കളിയായിട്ട് മാത്രം നിന്നാൽ ഈ ക്ഷേത്രപ്രവേശനം എളുപ്പമാവില്ല. അത് സവർണരെ കൂടെ വിളിക്കുക. ഇതെല്ലാ ഹിന്ദുക്കളും ഒന്നിച്ചു നിന്ന് ചെയ്യേണ്ട കാര്യമില്ലേ? അവരുടെയും കൂടെ സമ്മതം വാങ്ങിക്കുക. അപ്പോൾ പിന്നെ എതിർപ്പില്ലാതെ രാജാവ് അങ്ങ് പാസ്സായിക്കോളും, ക്ഷേത്രപ്രവേശന വിളംബരം പെട്ടെന്നങ്ങ് പാസ്സായിക്കോളും. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ചില സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരെല്ലാം കൂടെ അതിനെ വെട്ടി. അത് വേണ്ട, അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് വേണ്ട. ചില പിന്തിരിപ്പൻകാരും അതിന് അങ്ങനെ നിന്നു. അതുകൊണ്ട് മന്നവനങ്ങാൻ പോയില്ല, മന്നവിടെ ഇരുന്നു. അവസാനം 10 വർഷത്തോളം കിടന്ന് ബഹളം വെച്ചിട്ട് നടക്കാതെ വന്നപ്പം മന്നത്തിനെ ഒന്ന് കണ്ടു. മന്നം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരുവനന്തപുരത്ത് രാജാവിൻ്റെ രാജവീതിയിൽ നമുക്കൊരു സവർണജാഥ നടത്താമെന്ന് പറഞ്ഞു. സവർണജാഥ നടത്തിയപ്പോൾ രാജാവ് ഇളയപ്പോയി. കാരണം അവർണനും സവർണനും എല്ലാം ഒരുപോലെ യോജിക്കുമ്പോൾ പിന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഉടൻ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പിട്ടു. അതാണ് മന്നത്ത് പത്മനാഭന്റെ ശക്തി, കഴിവ്. അദ്ദേഹത്തിന് ഏതായാലും CV ആനന്ദബോസിനെ ഒരു പശ്ചിമ ഗവർണറെ അങ്ങോട്ടേക്ക് അയറ്റായിരുന്ന ഒരു ഗുരുതരമായ തെറ്റായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, സുരേഷ് ഗോപിയെ അങ്ങനെ കാണിക്കാതിരുന്നത്, പണ്ട് തരൂരിനെ അവഹേളിച്ചത്, ഇതൊന്നും ശരിയല്ല. ഡൽഹി നായർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവിടെ വരുമ്പം വേണ്ട വിധത്തിൽ അംഗീകാരം കൊടുക്കാതിരിക്കുക. ഏത് നായരെയും ബഹുമാനിക്കുന്നതാണ് നായർ സംഘടനയുടെ നേതാവാണെങ്കിൽ ചെയ്യേണ്ടത്.
അല്ലാതെ അവരെ വകതിരിവും വകഭേദവും പറഞ്ഞുകൊണ്ടല്ല. മന്നത്ത് പത്മനാഭൻ നായർക്ക് വേണ്ടി മാത്രമല്ല NSS ഉണ്ടാക്കിയത്. അതാണ് പ്രത്യേകത. അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോളിസി ഇതായിരുന്നു, നമ്മൾ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ നമ്മൾ ആരെയും നോവിക്കാനല്ല, പക്ഷെ നമ്മുടെ ഉന്നമനത്തിനാണ് ഈ പ്രസ്ഥാനം, NSS എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞയാളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്ന് അതിന് പ്രസക്തിയില്ല. കാരണം ഇന്ന് മതമാണ് വലുതെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ മന്നത്താചാര്യൻ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പോളിസി പോലും ചിലപ്പോൾ മാറ്റിയേനെ. കാരണം മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഏത് അനീതിക്കെതിരെയും പടപൊരുതണം, നിങ്ങളുടെ വിശ്വാസങ്ങളെ ആര് ഹനിച്ചാലും അവനെതിരെയും പടപൊരുതണം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കണം, അതോടൊപ്പം നാടിൻ്റെയും നട്ടെല്ലായി നിൽക്കണം എന്ന് പറഞ്ഞ ആളാണ് മന്നത്ത് പത്മനാഭൻ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അതിനെ ആര് ചവിട്ടി തേക്കുന്നോ എതിർക്കുന്നോ അവനെ എതിർക്കണം, അതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ ആളാണ് മന്നത്ത് പത്മനാഭൻ. അപ്പം മന്നത്ത് പത്മനാഭനെ പോലുള്ളവരെ അവഹേളിക്കുന്നതാണ് ഈ തരത്തിലുള്ള പ്രവൃത്തി. അത് ഇനിയെങ്കിലും ആവർത്തിക്കരുത്. CV ആനന്ദബോസ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇതിന് പുറത്ത് ഈ പിന്നെ ഡൽഹിയിൽ മന്നം സമാധി പ്രധാനമന്ത്രിയെ കൊണ്ട് ചിലപ്പം അവിടെ അദ്ദേഹം വിചാരിച്ചാൽ ഒരു ഉഗ്രൻ മന്നം സമാധി ഉണ്ടാക്കാൻ കഴിയും. അത് ഒരുപക്ഷെ ചിലർ തൻ്റെ കക്ഷത്താക്കി മന്നത്ത് പത്മനാഭൻ്റെ ആത്മാവിനെ പൊതിയാൻ ശ്രമിച്ചപ്പോൾ ആ മഹത്തായ ആത്മാവ് ഇന്ത്യ മുഴുവൻ പടർന്ന് ഒരുപക്ഷെ CV ആനന്ദബോസിലൂടെ വന്നതാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.